ഇത് ഇത് കുഴപ്പമൊന്നുമില്ല പടം. ഞാൻ പ്രതീക്ഷ നല്ല പടം. സൂര്യയുടെ ഞാൻ എല്ലാ ഫിലിം കാണാറുണ്ട്. പക്ഷെ ഇത് അവന്റെ ഗെറ്റപ്പിൽ ഇത് വെറൈറ്റി പടമാണ്. സൂര്യയുടെ മോശമായിട്ടൊന്നുമില്ല. എന്തൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ കാണുമ്പോൾ കണ്ണീനൊക്കെ വെള്ളം വന്ന്. എന്തായാലും മോശമായിട്ടില്ല. ഇപ്രാവശ്യം ഇത് 100-ന് മേലെ തൂങ്ങും, ഉറപ്പായിട്ട് തൂങ്ങും. തൂക്കി താത്തക്ക് പോവില്ല. വെറൈറ്റി പടം. ട്രാഫിക്കും അതിന്റെ ഡിജിയും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും പ്രശ്നം അടിപൊളിയായി. സൂപ്പർ സൂപ്പർ സൂപ്പറല്ലേ? കിടക്കാച്ചായിട്ടുണ്ട് പടം. അതിനൊരു ഇതല്ലേ. പിന്നെ സൂര്യല്ലേ, മോശം മാറുമോ? ഈ പ്രാവശ്യം തൂക്കും. I like the movie very much. Personally, it's a very good experience. Visually, very good. Technically, also superb. Shiva's direction superb. Surya's acting. Surya slash Bobby Deol's protagonist antagonist all is very good. Protagonist antagonist, hero and villain. And Kangua second part is coming. At first, there's some lag, but later it becomes a good entertainer. Awesome movie. Technically, it is very good. And there's a surprise star coming at the end before the climax. And second part is coming. I like the movie personally. But I'm speaking only in English. I'm speaking only in English. പടം സൂര്യയുടെ നല്ലൊരു പടമാണ്. സൂര്യയുടെ ശക്തമായ തിരിച്ചറിവാണ്. ഒരു നല്ല മൂവി തന്നെയാണ്. ടെക്നിക്കലി സൂപ്പറാണ്. ആദ്യം നമുക്ക് കുറച്ച് ലാഗ് തോന്നും, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പേസിലേക്ക് വരും. സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം ഇഷ്ടപ്പെടില്ലേ? ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, പക്ഷെ ആദ്യം കുറച്ചൊരു ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. പിന്നെ കങ്കുവയുടെ രണ്ടാം ഭാഗം വരാൻ പോവാണ്. ഇതിൽ അവസാനം സർപ്രൈസ് സ്റ്റാർ ഉണ്ട്, അതാരെന്നെ പറയുന്നില്ല. പിന്നെ ടെക്നിക്കലി സൂപ്പറാണ്. വിഷ്വലി സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ബോബി ഡിയോൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗി ബാബു ചെയ്തിട്ടുണ്ട്. പടം എനിക്ക് ഇഷ്ടപ്പെടും. അതൊരു എന്റർടൈനറാണ്. അത് പ്രതീക്ഷ അത്ര എത്തിയിട്ടില്ല. ഒരുപാട് പ്രതീക്ഷ വന്നത്, ഒരുപാട് പ്രതീക്ഷ. കാരണം സൂര്യയുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷ വന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷ എത്ര കിട്ടിയിട്ടില്ല. കാരണം എൻട്രൻസ് ആ തുടക്കം ഒരു ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി അങ്ങോട്ടൊരു ഗൂസ്ബംസോ സീൻസോ ഒന്നും കിട്ടിയിട്ടില്ല. ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരിക്കും? മ്യൂസിക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. മ്യൂസിക് ചില സീനൊക്കെ ഒരു മോശമായിട്ട് തോന്നി, ചില മ്യൂസിക്കൊക്കെ അത്യാവശ്യം നൈസായിട്ട് തോന്നി. പിന്നെ ചില ഫൈറ്റ് സീൻസും ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവസാനമൊക്കെ ചുമ്മാ അലമ്പായിട്ട് ഓരോന്നൊക്കെ ചെയ്ത് വെച്ച് എന്താ മറ്റേ കൈൻമാസം നമ്മളെ ഓരോ ചുമ്മാ ഒരു ഓർഡർ ഇല്ലാതെ എഡിറ്റ് ചെയ്ത് വെക്കത്തില്ല. അതുപോലെ ഒരു മേക്കിംഗ് ഒന്ന് നശിപ്പിച്ചതാണ്. നല്ലൊരു സ്ക്രീൻ അത്യാവശ്യം കുഴപ്പം. ഈ ഒരു നല്ല സ്കോപ്പിലെടുക്കാൻ പറയാമായിരുന്നു. നന്നാക്കായിരുന്നു. പക്ഷേ മേക്കിംഗ് ഭയങ്കര മോശമാണ്. പിന്നെ ഒരു ഒഴുക്കില്ലാത്ത സ്ക്രീൻ പ്ലേ. അവിടെ ഇവിടെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. കഥാപാത്രം ചെയ്ത് ബോബിഡിയോൾ അയാൾ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ മറ്റേ ആനിമൽ എന്ന കണ്ട പോലെയൊക്കെ ആ ഒരു ഫീൽ നമുക്ക് തോന്നിയിട്ടില്ല. മാക്സിമം എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല. നമുക്ക് ആ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പം കുറേ ഇമോഷൻ സീൻസും ഉണ്ട്. അതുപോലെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അവസാനം കുറെ ഒരു ക്യാമിയോ ഉണ്ട്, അതെല്ലാവർക്കും അറിയാമായിരിക്കില്ല. ഒരു ക്യാമിയോ ആരാണ്. ആ ക്യാമിയോ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിൽഡപ്പ് കൊണ്ടുവെക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു പഞ്ചില്ല. ഒരു പടം അടിപൊളി, ഗംഭീരം. രാവിലെ വന്നതിന്റെ ആ ഒരു കുറച്ച് കുറവാണെങ്കിലും പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സൂര്യയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കാർത്തിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. BGM പിന്നെ കൂടുതൽ വയലൻസ് ആണ് അതിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സൂര്യയുടെ എൻട്രി അല്ലേ. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, പുള്ളിയുടെ 6 പാക്ക് അതൊക്കെ ആയിട്ടുള്ളൊരു വരവുണ്ട്. അത് വളരെ അതെ അടിപൊളി. എനിക്ക് പടം ഒരു അത്യാവശ്യം നല്ലൊരു പടം മേക്ക് ചെയ്തിട്ടുണ്ട്. 2 കാലഘട്ടമാണ് പറഞ്ഞു പോണത്. അപ്പോൾ 2024 കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് പഴയ കാലഘട്ടമാണ്. ആ പഴയ കാലഘട്ടത്തിലൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ പെർഫോമൻസ് എടുത്തു പറയുന്നത് 2 കാലഘട്ടത്തിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ BGMs ഒക്കെ സ്റ്റാർട്ടിംഗ് കൂടെ എനിക്ക് സൂപ്പറുമാണ്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതിലൊരു കോമിയറോളുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിലോട്ടുള്ള എൻട്രിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ എൻട്രി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു എൻട്രി ആയിരിക്കും. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇനി സെക്കൻഡ് പാർട്ടിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്. ഓരോ കണ്ടിരിക്കാൻ പറ്റിയൊരു വൺ ടൈം വാച്ച് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആവറേജ്. സൂര്യന് ഇഷ്ടമായതുകൊണ്ട് നല്ലതെന്ന് പറയും. ആവറേജ് ആയിട്ടൊക്കെ
കണ്ടിട്ടില്ല ബ്രോ. ഫാൻസിന് മാത്രം പറ്റും പടം.